ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാട്ടോ. അങ്ങനെ രാജശ്രീ താൻ മിത്രയോടും മീനാക്ഷിയോടും ഒക്കെ സംസാരിച്ചതിനെ പറ്റി കൃഷ്ണമംഗലത്ത് വന്ന് പറയാണ്. താൻ ചെയ്തത് എന്തോ നല്ല കാര്യമായിട്ടാണ് കേട്ടോ രാജശ്രീ പറയുന്നത്. അല്ല, മിത്രക്കെങ്കിലും ഒരു വാക്ക് പറയായിരുന്നല്ലോ, എൻ്റെ ആങ്ങളെയാണ്, അവനെതിരെ പരാതി കൊടുക്കരുതെന്ന്. ദേവമംഗലത്തുള്ളവരോട് അവളത് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ അവർ പരാതി കൊടുക്കാതിരിക്കുമായിരുന്നു. എന്നിട്ട് അങ്ങനെ എന്തെങ്കിലും അവൾ ചെയ്തോ എന്ന് ചോദിക്കുക. അല്ല, മീനാക്ഷി അതിൽ ഇടപെട്ടില്ലേ എന്ന് പെട്ടെന്ന് അച്യുതൻ ചോദിക്കുക. എല്ലാം ഒറ്റ സെറ്റല്ലേ, ഇടപെടാതിരിക്കുമോ? അവൾ എന്നോടും ഇങ്ങോട്ട് തട്ടിക്കയറി സംസാരിച്ചു, തിരിച്ച് ഞാനും സംസാരിച്ചു. നിനക്കൊരെണ്ണം അങ്ങ് കൊടുക്കത്തില്ലായിരുന്നു രാജശ്രീ? നമ്മുടെ കമ്പനി പൂട്ടിക്കാൻ നടക്കുന്നവളാ ആ മീനാക്ഷി. ഞാൻ കൊടുത്തേനെ. ക്ഷേത്രത്തിൽ നിന്ന് വരുന്ന വഴിയായിപ്പോയി, അതുകൊണ്ട് മാത്രമാണ് ഞാനൊരു മര്യാദ കാണിച്ചത് എന്ന് പറയാം. പെട്ടെന്ന് അനന്തൻ ചോദിക്കും, അല്ല, അവിടെ ഉള്ളവർ ഓരോന്നൊക്കെ ചെയ്യുന്നതിന് മിത്രയോട് ദേഷ്യപ്പെട്ടിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കുക. ഓ, ഏട്ടൻ്റെ മോളോടായതുകൊണ്ടായിരിക്കും അല്ലേ ഏട്ടൻ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കുക. അപ്പം ധർമ്മം പറയും, മിത്ര ഒരു പാവമാണ്, അവളോട് പോയി എടുത്ത് ഇങ്ങനെയൊക്കെ പെരുമാറേണ്ടത് ഒരു കാര്യം ഉണ്ടായിരുന്നില്ല എന്ന് പറയാണ്. പെട്ടെന്ന് ഇന്ദ്രാമ്മയും പറയും, ദേ നന്ദിതയുടെ മകളാ മിത്ര, അത് നീ എന്തേ മറന്നുപോയി രാജശ്രീ എന്ന് ചോദിക്കുക. സ്വന്തം അമ്മയുടെ മുന്നിൽ വെച്ച് മകളെപ്പറ്റി കുറ്റം പറഞ്ഞ ഒരമ്മ അത് സഹിക്കില്ല എന്ന് പറയാം. ഓ, സ്വന്തം മോളെ തൊട്ടപ്പം ഏട്ടനും ഏടത്തിക്കും പൊള്ളിയല്ലേ എന്ന് അച്യുതനപ്പം ചോദിക്കുക. അച്യുത, നീ കൂടുതൽ എഴുതാപ്പുറം ഒന്നും വായിക്കേണ്ട, ഉള്ള കാര്യം തന്നെയാ, എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട്. എൻ്റെ രക്തത്തിൽ പിറന്ന എൻ്റെ മകൻ അങ്ങ് ജയിലിൽ കിടക്കുക, അപ്പോഴും മറ്റുള്ളവർക്ക് അവനെപ്പറ്റി ഒരു ചിന്തയില്ല എന്ന് അച്യുതൻ പറയാണ് കേട്ടോ. കോടതിയിൽ കേസെടുക്കാൻ ഇനിയും ദിവസങ്ങൾ വേണം അച്ചുവേട്ട എന്ന് ധർമ്മം പറയാം. കേസ് ജയിക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്ക്. വഴക്കും വൈരാഗ്യമായിട്ട് നിങ്ങൾ നടന്നു കഴിഞ്ഞാൽ ഇതൊക്കെ കേസിനെ തന്നെ കൂടുതലാണ് ബാധിക്കാൻ പോകുന്നത് എന്ന് ധർമ്മം പറയും. പെട്ടെന്ന് അനന്തനും പറയും, അച്യുത, അതിനെപ്പറ്റി തന്നെ നമുക്ക് സംസാരിക്കാം എന്ന് പറയാം. ഇതേ സമയം ദേവമംഗലത്ത് നമ്മുടെ ഗോമതി നല്ല ദേഷ്യത്തിലാണ്. മീനു മിത്രയും രാജശ്രീയുടെ സകല പ്രകടനങ്ങളെ പറ്റിയും വീട്ടിൽ വന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ രാജശ്രീയോട് ഇക്കാര്യം ചോദിക്കണമെന്ന് തന്നെ ഉറച്ച് ഗോമതി കൃഷ്ണമംഗലത്തേക്ക് പോകാനായിട്ട് തുടങ്ങുക. അപ്പം മീനും മിത്രയും അനുവും കൂടി ഗോമതി പിടിച്ചു മാറ്റാനായിട്ട് നോക്കുക. അമ്മ ഇപ്പം അങ്ങോട്ട് പോകണ്ട, എനിക്ക് പോകണം, എനിക്ക് ആ രാജശ്രീയോട് രണ്ടെണ്ണം പറയണം, പ്ലീസ് അപ്പച്ചി, ഒന്നും വേണ്ട, ഇളയമ്മയുടെ സ്വഭാവം അപ്പച്ചിക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ എന്ന് മിത്ര ഇപ്പം പറയാം. അവളുടെ സ്വഭാവം എനിക്കറിയാം, പക്ഷെ എൻ്റെ സ്വഭാവം അവൾക്ക് അറിയില്ല, ഞാനത് അറിയിച്ചു കൊടുക്കാം. അവളുടെ മോനെ കേസ് കുടുങ്ങിയെങ്കിലേ അതെ അവൻ്റെ കയ്യിലിരിപ്പാ, അതിന് നമ്മുടെ മോളോടാണോ അവൾ തീർക്കേണ്ടതെന്ന് ചോദിക്കുക. പറയേണ്ടതൊക്കെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അമ്മേ, അതുകൊണ്ട് ഇനി ബഹളമൊന്നും വേണ്ടമ്മേ എന്ന് മീനാക്ഷി പറയാം. അതേ അപ്പച്ചി, ഇനി എന്തിനാ വെറുതെ പ്രശ്നത്തിനൊക്കെ പോകുന്നതെന്ന് ചോദിക്കാൻ കേട്ടോ. ഇതേ സമയം അനുശ്രീ പറയും, എന്തിനാ മീനാക്ഷി ചേച്ചി അമ്പലത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ അമ്മയോട് പറയാൻ പോയത്? എന്താ വിഷമിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ടിരുന്നപ്പം ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ എന്ന് മീനാക്ഷി അപ്പം പറയാം. അല്ല, ഇപ്പം തന്നെ എനിക്കത് ചോദിക്കണം, അമ്മേ പോണ്ടമ്മേ എന്ന് അപ്പത്തേക്ക് എല്ലാവരോടും പറയാം. ഇതേ സമയം ആര്യന് ഇറങ്ങി വരികയാണേ. ഈശ്വര, അടുത്ത പുലിവാല് വരുന്നുണ്ടോ എന്ന് മീനാക്ഷി അപ്പം മനസ്സിൽ പറയാം. എന്താ അമ്മേ ഭയങ്കര ബഹളം കേൾക്കുന്നത്? എടാ അത് എന്നും പറഞ്ഞുകൊണ്ട് അത് പറയാനായിട്ട് നമ്മുടെ ഗോമതി തുടങ്ങുമ്പം മിത്ര ഇടയ്ക്ക് കയറി ഇടപെടും. ഒന്നുമില്ല ആര്യ, ഞങ്ങൾ വെറുതെ കഥകളൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. ആര്യ, അതൊന്നും അല്ല, ആ രാജശ്രീയുടെ അഹങ്കാരം ഇന്ന് തന്നെ തീർക്കണം എന്ന് ഗോമതി പറയാം. ഒന്നുമില്ല എന്നും പറഞ്ഞ് പറയാൻ സമ്മതിക്കാതെ ഗോമതിയുടെ വാ മുടുട്ടോ മീനാക്ഷി. എന്താ കാര്യം, എന്താണെന്ന് വെച്ചാൽ പറ എന്ന് ആര്യനപ്പം പറയാം. എടത്തി എന്താ ഈ കാണിക്കുന്നതെന്ന് അപ്പോൾ ചോദിക്കാം. മിത്രയെ ആക്ഷേപിച്ചു എന്ന് കൈ മാറ്റിയിട്ട് ഗോമതി പറയാം. നമ്മളെക്കുറിച്ചൊക്കെ മോശമായിട്ട് സംസാരിച്ചു, നീ തടയേണ്ട മീനു, ഞാൻ ചോദിച്ചോളാം എന്ന് പറയാം. നിങ്ങൾ ആരും ബഹളം വെക്കണ്ട, എല്ലാം എനിക്ക് വിട്ടേക്ക് എന്നും പറഞ്ഞ് ആരും പ്രശ്നം ഉണ്ടാക്കാനായിട്ട് പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് അനുശ്രീ കൈ വന്ന് പിടിക്കും. ഏട്ടാ, ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക്, എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ ഇതിനൊന്ന് മറുപടി പറയാൻ എനിക്കൊരവസരം താ എന്ന് അനുശ്രീ പറയാം. അലോകിൻ്റെ കേസ് ഉടനെ തന്നെ കോടതിയിൽ വരുമല്ലോ. കൃഷ്ണമംഗലത്തുകാർ നമ്മളോട് കാണിച്ചതിനൊക്കെയുള്ള വാശി എൻ്റെ ഉള്ളിലുണ്ട്. എനിക്ക് കോടതിയിൽ മൊഴി കൊടുക്കാനുള്ള ധൈര്യം ആ വാശിയാണ് നൽകുന്നത്. അതുകൊണ്ട് അവരെന്ത് കാണിച്ചാലും ഒന്നും മിണ്ടണ്ട, എൻ്റെ പേടി മാറും. അതുകൊണ്ട് രാജശ്രീ ആൻറ്റി പറയുന്നതിനൊക്കെ ഞാൻ കോടതിയിൽ നല്ല രീതിയിൽ കൊടുത്തോളാം, അതല്ലേ നല്ലതേട്ടാ എന്ന് പറയാണ് കേട്ടോ.
അതേസമയം മീനാക്ഷി ആ, അനുവിൻ്റെ കൈ കൊടുക്കുക, കൊടുകൈ, ഇങ്ങനെ തന്നെ മോളെ വേണ്ടത്, ഇത് തന്നെ ഏറ്റവും പക്വതയുള്ള തീരുമാനം. ഇതേസമയം മിത്ര പറയും, അപ്പച്ചി, ആര്യ, നിങ്ങൾക്കെല്ലാവർക്കും എന്നോടുള്ള സ്നേഹം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ നമുക്കൊക്കെ വേണ്ടി അനുശ്രീ പകരം ചോദിക്കട്ടെ, അത് തന്നെയാണ് നല്ലത്. ആവശ്യമില്ലാതെ പ്രശ്നമുണ്ടാക്കുന്നത് എന്തിനാ പോയി, അതവരുടെ കൂടുതൽ ദേഷ്യവും വൈരാഗ്യം കൂട്ടാനേ ഉപകരിക്കുള്ളൂ എന്ന് മിത്ര പറയാം. ഇതേസമയം ഗോമതി സ്റ്റോറിൽ നമ്മുടെ ദേവി കടയിൽ തകൃതിയായി ജോലി ചെയ്യാണ് കേട്ടോ. ആകാശും രാമേട്ടനും ഒക്കെ കൂടെയുണ്ട്. അല്ല മോളെ, ബാലൻ എവിടെ പോയി എന്ന് രാമേട്ടൻ ചോദിക്കുക. ബാലച്ചൻ ബാങ്കിൽ പോയതാ, ഇപ്പം തന്നെ വരും രാമേട്ട എന്ന് നമ്മുടെ ദേവി പറയാം. ഇതേ സമയം ഉദയഭാനു കടയിലേക്ക് കയറി വരികയാണ്. ആ മോളെ, ഇതിവിടെ ഉണ്ടായിരുന്നോ? എല്ലാവരും ഉണ്ടല്ലോ. ആകാശേ, രാമേട്ട, എന്തുകൊണ്ട് വിശേഷം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. ഇതേ സമയം ആകാശ് പെട്ടെന്ന് താനിരുന്ന കസേര എഴുന്നേറ്റ് ഉദയഭാനുവിന് കൊടുക്കുക. അങ്കിള് ഇവിടേക്ക് ഇരിക്കുക എന്ന് പറയുന്നു കേട്ടോ. അപ്പോൾ ദേവി മാത്രം വലിയ മൈൻഡ് ഇല്ലാതെയാണ് ഇരിക്കുന്നത്. എന്താ മോളെ, വെയിൽ കൊണ്ട് ആകെ കരുവാളിച്ചല്ലോ നീ, അധ്വാനിച്ച് ജീവിക്കുന്നവരുടെ നിറമൊക്കെ കുറച്ച് മാറുവച്ചാ എന്ന് ദേവി പെട്ടെന്ന് മറുപടി പറയേ. ആ, ഓ എന്ന് ഉദയഭാനു പറയും. അങ്കിളെ, ആ അല്ല, എങ്ങനെ ഉണ്ടായിരുന്നു ആ സ്ഥലം? സ്ഥലവോ? ഏത് സ്ഥലം? അല്ല, അങ്കിള് 2 ദിവസം മുന്നേ പറഞ്ഞില്ലേ ഇവിടെ അടുത്തൊരു സ്ഥലം നോക്കുന്ന കാര്യം, ആ സ്ഥലം കണ്ടായിരുന്നോ എന്നാ ചോദിച്ചേ. ഓ, ആ സ്ഥലം, അത് ഞാൻ കണ്ടു മോനെ. പക്ഷേ എനിക്കങ്ങത് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഓ, തീരെ പോരാ. അങ്കിള് എങ്ങനത്തെ സ്ഥലമാണ് നോക്കുന്നേ എന്ന് ആകാശ് വീണ്ടും ചോദിക്കുക. ഞാൻ ഈ റോഡ് സൈഡിലോട് ചേർന്നുള്ള സ്ഥലം, അങ്ങനെയുള്ളൊരു സ്ഥലമാണ് ഞാൻ നോക്കുന്നത് എന്ന് പറയുകയാണേ. അപ്പോൾ ദേവിക്കും നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ഉദയഭാനുവിൻ്റെ ഈ വരവ്. അങ്ങനെയാണെങ്കിലേ എനിക്കറിയാവുന്നൊരു സ്ഥലമുണ്ട്, റോഡ് സൈഡിൽ തന്നെയാണ്, അങ്കിളിന് ഇഷ്ടപ്പെടുമായിരിക്കും. ആണോ? അങ്ങനെ ഒരു സ്ഥലം ഉണ്ടോ മോനെ? അല്ല, ഞാൻ തിരക്കി നടക്കുന്നതും അങ്ങനെ ഒരു സ്ഥലം തന്നെയാ മോനെ. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സ്ഥലമാണ്. മോൻ്റെ സുഹൃത്തിൻ്റെ ആണെങ്കിൽ നമുക്ക് പിന്നെ ഒന്നും നോക്കാനില്ല, നമുക്ക് അവനെ ഒന്ന് സഹായിക്കാനും പറ്റുമല്ലോ എന്ന് പറയാം. അല്ല, അവൻ ഇച്ചിരി സാമ്പത്തിക പ്രശ്നത്തിലാണ് എന്ന് ആകാശ് അപ്പോൾ ഉദയഭാനുവിനോട് പറയും. സത്യം പറഞ്ഞാൽ ഞാനേ കട തുറക്കാനായിട്ട് അവൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അവനിപ്പോൾ കുറച്ച് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ സ്ഥലം ഒന്ന് വിറ്റ് കിട്ടിയാൽ അതവനൊരു ആശ്വാസമാകും. അതുകൊണ്ടാ. പിന്നെന്താ, ഞാൻ ആ സ്ഥലം നോക്കാം, ഉറപ്പായിട്ടും ഞാൻ നോക്കാം. എനിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സ്ഥലത്തിൻ്റെ ഫുൾ എമൗണ്ടും അപ്പം തന്നെ നമുക്ക് കൈമാറാം, അതുപോരെ എന്ന് ചോദിക്കുക. ആ, അത് മതി അങ്കിൾ എന്ന് ആകാശ് പറയാം. അല്ലാതെ അഡ്വാൻസ് കൊടുത്ത് 6 മാസം കഴിഞ്ഞ് ബാക്കി കൊടുക്കുന്ന കാര്യമൊന്നും എനിക്കിഷ്ടമല്ല. സ്ഥലം എനിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിറ്റേന്ന് തന്നെ നമുക്ക് രജിസ്ട്രേഷൻ നടത്താം എന്ന് പറയാം. അത് മതി അങ്കിളെ, അങ്കിളിന് ഇത് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള സ്ഥലമാണ് എന്ന് ആകാശ് പറയാം. ആകാശേ, ദേ പച്ചക്കറിയിലോട് ഉടനെ കൊടുത്തു വരണ്ടേ എന്ന് ചോദിക്കുക. അത് കുഴപ്പമില്ല എടത്തി, ഞാൻ അങ്കിളിൻ്റെ കൂടെ പോയി സ്ഥലം കാണിച്ചു കൊടുത്തിട്ട് വരാം എന്ന് പെട്ടെന്ന് ആകാശ് പറയാണ്. അത് പോരാ ആകാശേ, ദേ ബാലച്ചൻ പറഞ്ഞ സമയത്ത് തന്നെ പച്ചക്കറിയിലോട് അവിടെ എത്തണം, അല്ലെങ്കിൽ നമുക്ക് 2 പേർക്കും ബാലച്ചൻ്റെ കയ്യിൽ നിന്ന് നല്ലത് കേൾക്കും കേട്ടോ. ആകാശേ, ആദ്യം ലോഡ് കൊണ്ട് കൊടുക്കാൻ പോയിട്ട് വാ, അച്ഛൻ ഇനിയും വരുമല്ലോ, സ്ഥലം കാണാനൊക്കെ അപ്പം പോകാം എന്ന് ദേവി അപ്പം പറയാം. എന്താ അച്ഛാ പോരെ എന്ന് ഉദയഭാനുവിനോട് ചോദിക്കാം. മതി എന്ന് ഉദയഭാനു തലയാട്ടാണ് കേട്ടോ. കണ്ടോ മോനെ, ഇതാ എൻ്റെ മോളുടെ ഒരു പ്രത്യേകത. ഒരു കാര്യം അവളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തോടെ അവളത് ചെയ്യും. അവൾക്ക് ഇച്ചിരി ഉത്തരവാദിത്വം കൂടിപ്പോയി. ആ, സാരമില്ല, ഞാൻ എന്തായാലും ഇനിയും വരുമല്ലോ, സ്ഥലം വേണമെങ്കിൽ നമുക്ക് അപ്പം പോയി നോക്കാം എന്ന് പറയാം. ഇപ്പം പച്ചക്കറി ലോഡ് മോമ്പ് കൊണ്ട് കൊടുത്തയക്കോ മോനെ. ഒരു ബിസിനസ്സിൻ്റെ വളർച്ച എന്ന് പറയുന്നത് കൃത്യനിഷ്ഠയും ഉത്തരവാദിത്വവും സത്യസന്ധതയുമാണ്. അത് മോനും അറിയാവുന്നതല്ലേ. ഈ 3 ഗുണങ്ങൾ ഒരിക്കലും മറക്കരുത്. കൃത്യനിഷ്ഠ അത് വളരെ അത്യാവശ്യമാണ്. ഓ, അങ്ങനെ ആയിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ അടുത്ത തവണ അങ്കിൾ വരുമ്പോൾ നമുക്ക് ആ സ്ഥലം പോയി കാണാം. ആ, മോൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ആ സ്ഥലം ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിന് പറ്റിയതാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ രജിസ്ട്രേഷൻ നടത്താം. ആ, ശരി അങ്കിളെ, അത് മതി എന്ന് ആകാശ് പറഞ്ഞിട്ട് എടുത്തി എന്നാൽ ശരി എന്നും പറഞ്ഞ് ദേവിയോട് യാത്ര ചോദിച്ചിട്ടങ്ങ് പോവാം. അപ്പം രാമേട്ടൻ അങ്ങോട്ട് വരാം. എന്നാൽ പിന്നെ നിങ്ങൾ അച്ഛനും മോള് സംസാരിച്ചിരിക്കുക, ഞാനൊരു ചായ കുടിച്ചിട്ട് വരാം, പോയിട്ട് വരാമേട്ട എന്ന് ഉദയഭാനു പറയാം. ആ, നിങ്ങൾക്ക് ചായ വല്ലതും വേണോ എന്ന് അപ്പം രാമേട്ടൻ ചോദിക്കുക. വേണ്ട രാമേട്ട, ഞാനിപ്പോൾ ചായ കുടിച്ചതല്ലേ ഉള്ളൂ, അച്ഛനാണെങ്കിൽ ചായ കുടിക്കത്തില്ല എന്ന് ദേവി പെട്ടെന്ന് ചാടി കയറി പറയാണ് കേട്ടോ. ആ, എന്നാൽ ശരി, ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് രാമേട്ടൻ അവിടെ നിന്ന് പോവാം. എന്താ അച്ഛൻ്റെ ഉദ്ദേശം എന്ന് ദേവി ചോദിക്കുക. ഏത് സ്ഥലം, എവിടുത്തെ സ്ഥലം എന്ന് ദേവി വീണ്ടും ചോദിക്കുക. അച്ഛൻ ഏത് സ്ഥലം നോക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്ന് ചോദിക്കുക. അത് പിന്നെ മോളെ എന്ന് പറഞ്ഞ്
തപ്പി തടയുക. ദേ അച്ഛാ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ആകാശ് ഒരു പാവമാ. പാവം എൻ്റെ അനിയനെ പറ്റിക്കാൻ നോക്കിയാലുണ്ടല്ലോ. അയ്യോ മോളെ, നീ എന്തൊക്കെയാടി ഈ പറയുന്നത്? അവൻ നിന്റെ അനിയനാണെന്ന് എനിക്കറിയില്ലേ? അച്ഛൻ അവനെ പറ്റിക്കുമോ? സ്വന്തം മോളെ പറ്റിക്കാൻ പോലും അച്ഛന് യാതൊരു കുറ്റബോധവും ഇല്ല. പിന്നെയല്ലേ ആകാശ്. അതുകൊണ്ട് അച്ഛൻ അത് വിട്. ഈ സ്ഥലം കാണിക്കലും മണ്ണാങ്കട്ടിയൊക്കെ നിർത്തിക്കോളാം. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അവൻ്റെ കയ്യിലുള്ള പൈസ അടിച്ചു മാറ്റാനുള്ള പരിപാടിയാണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. അച്ഛൻ്റെ ഈ കള്ളത്തരം ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് നിർത്തിക്കോണം. ഞാൻ പറഞ്ഞേക്കാം എന്ന് ദേവി പറയാം. ഞാൻ എന്തു പറഞ്ഞാലും നീ ഒന്ന് വിശ്വസിക്കില്ലല്ലോ മോളെ. അതാ എൻ്റെ സങ്കടം. ആ സ്ഥലം നല്ലതാണെങ്കിൽ വേറെ ആരെങ്കിലും കൊണ്ട് അത് വാങ്ങിപ്പിച്ച് ആകാശിനൊരു സഹായം ചെയ്യാമെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അയ്യോ, നല്ലൊരു മനസ്സ്. അല്ല, കച്ചവടം നടക്കുവാണെങ്കിൽ അച്ഛനും ഒരു കമ്മീഷൻ കിട്ടുമല്ലോ. അല്ലാതെ നിന്റെ അനിയനെ പറ്റിക്കാനോ ചതിക്കാനോ ഒന്നും ഞാൻ നോക്കിയിട്ടില്ല മോളെ എന്ന് ഉദയഭാനു പറയാം. ദേ, അച്ഛനിപ്പോൾ പഴയ ഉദയഭാനൊന്നും അല്ല. പക്ഷേ മോളിപ്പോഴും അച്ഛനെ പഴയതുപോലെ തന്നെയാണ് കാണുന്നത് എന്ന് പറയാം. പെട്ടെന്ന് ഒരു സ്ത്രീ കയറി വരും കേട്ടോ, സാധനം മേടിക്കാനായിട്ട്. മോളെ 2 കിലോ അരി എടുത്ത് തരാമോ? ഇപ്പം എടുത്തു തരാം എന്ന് പറഞ്ഞ് ദേവി എഴുന്നേറ്റ് പോവാം. അപ്പം ദേവിയുടെ പിന്നാലെ തന്നെ സാധനം മേടിക്കാൻ വന്ന ആ സ്ത്രീയും പോവാണ് കേട്ടോ. അപ്പം രണ്ടുപേരും അവിടെ നിന്ന് അങ്ങോട്ട് മാറുന്ന തക്കം നോക്കി ഉദയഭാനു പെട്ടെന്ന് പൈസ അടിച്ചു മാറ്റാനായിട്ട് ശ്രമിക്കുക. പതിയെ എഴുന്നേറ്റ് ദേവി വരുന്നുണ്ടോ എന്നൊക്കെ സൂക്ഷിച്ചും കണ്ടും മേശയുടെ അടുത്തേക്ക് പോവാണ് കേട്ടോ. പമ്മി പമ്മി പൂച്ച പോകുന്ന പോലെയാണ് പോകുന്നത്. കള്ളത്തരം കണ്ടുപിടിക്കരുതല്ലോ. എന്നിട്ട് പതിയെ ഡ്രോ തുറന്ന് നോക്കുവാണേ. അപ്പം എന്നിട്ട് ദേവി നോക്കുന്നുണ്ടോന്ന് ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞ് നോക്കുന്നുണ്ട്. ദേവി ആണെങ്കിൽ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. പെട്ടെന്ന് ദേവി ഇങ്ങനെ നോക്കുമ്പോഴാണ് ഡ്രോ തുറക്കുന്ന ഉദയഭാനുവിനെ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഉദയഭാനു ആണെങ്കിൽ ദേവിയെ നോക്കുമ്പം ദേവി അച്ഛനെ നോക്കുന്നത് കാണുന്നുണ്ട്. പെട്ടെന്ന് ഞെട്ടിത്തെറിച്ചിരുന്ന് ദേവിയെ ചിരിച്ച് കാണിക്കുക. എന്താ മോളെ എന്ന് ചോദിക്കുക. അപ്പം ദേവി ഒന്നുമില്ല എന്നുള്ള രീതിയിൽ തലയാട്ടുവാണ് കേട്ടോ. പെട്ടെന്ന് ഡ്രോ അടച്ചു വെച്ചിട്ട് ഉദയഭാനു പഴയ സ്ഥലത്ത് തന്നെ ഇരിക്കുക. അവൾ കണ്ടു കാണുമോ എന്നൊക്കെ ചിന്തിക്കുകയാണേ. അപ്പം വേറൊന്നും വേണ്ടല്ലോ അല്ലേ ചേച്ചി എന്ന് ദേവി ആ സ്ത്രീയോട് ചോദിക്കുക. ഇല്ല മോളെ, ഇത് മതി എന്നൊക്കെ പറയാൻ കേട്ടോ. എന്നിട്ട് സാധനമൊക്കെ മേടിച്ചിട്ട് എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ ചോദിക്കുക. കുറേ നാളായല്ലോ കണ്ടിട്ട്, ഇപ്പം ചേച്ചി ഈ വഴിക്കൊന്നും കാണാറില്ലല്ലോ എന്നൊക്കെ കുശലം ചോദിക്കുന്നുണ്ട് ദേവി. അതിനുശേഷം അവർ കൊടുത്ത പൈസയൊക്കെ മേടിച്ച് ഡ്രോയിലിട്ടിട്ട് ബാക്കി കൊടുത്തയക്കുവാണേ. അല്ല, അച്ഛൻ എന്തുദ്ദേശിച്ചിട്ടാ എന്ന് ദേവി പെട്ടെന്ന് ചോദിക്കുക. എന്താ മോളെ എന്ന് ഉദയഭാനു ഒന്നും അറിയാത്തതുപോലെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ദേവി അടിമുടി ഒന്ന് ഉദയഭാനുവിനെ ഒഴിഞ്ഞു നോക്കുക. എന്താ മോളെ നീ എന്നെ ഇങ്ങനെ നോക്കുന്നേ? അച്ഛന് മൊത്തത്തിലൊരു കള്ളലക്ഷണം ഉണ്ടല്ലോ എന്ന് പറയാം. അയ്യോ, എന്ത് ചെയ്യാനാ, അത് ജന്മനെ എനിക്ക് കിട്ടിയതാ, അല്ലാതെ ഇപ്പം പുതിയതായിട്ട് വന്നതൊന്നും അല്ല എന്ന് ഉദയഭാനു പറയാം. വീണ്ടും ദേവി ഉദയഭാനുവിനെ തന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കുക. എന്നിട്ട് ദേവി ആണെങ്കിൽ പെട്ടെന്ന് മേശയിലേക്ക് ശ്രദ്ധ പോവാണ് കേട്ടോ. അച്ഛനിനി പൈസകാനും അടിച്ചു മാറ്റാൻ വന്നതാണോ എന്നൊരു ചിന്ത ദേവിയുടെ മനസ്സിലേക്ക് കടന്നു വരിക. എന്തോ ഒരു പന്തുകേടുണ്ടല്ലോ എന്ന് ഉദയഭാനുവിനോട് ചോദിക്കുക. ഒരു പന്തുകേടും ഇല്ല മോളെ എന്ന് പറയാം. അല്ല, എന്തോ ഉണ്ട് മോളെ. നിന്നെ കാണാനുള്ള ആഗ്രഹം കൊണ്ടല്ലേ അച്ഛൻ ഇങ്ങോട്ട് വരുന്നത്? ആ അച്ഛനോട് ഇങ്ങനെയൊക്കെ ആണോ മോള് സംസാരിക്കേണ്ടത് എന്ന് ചോദിക്കാം. ഒരു അച്ഛൻ്റെ മനസ്സ് വേദനിപ്പിക്കുന്നത് ശരിയായിട്ട് എൻ്റെ മോൾക്ക് തോന്നുന്നുണ്ടോ? അതിനിപ്പം അച്ഛൻ ഇത്രയങ്ങോട്ട് വേദനിക്കാൻ മാത്രം ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ മോളെ. അച്ഛൻ കള്ളത്തരങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് എന്ന് വെച്ച് സ്വന്തം മോള് ഒരു കള്ളനോട് സംസാരിക്കുന്നത് പോലെ അച്ഛനോട് സംസാരിച്ച ഏതെങ്കിലും അച്ഛനത് സഹിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാം. അച്ഛന് സഹിക്കാൻ പറ്റില്ലല്ലേ എന്നപ്പോൾ ദേവി പറയാം. അപ്പോൾ വീണ്ടും ഉദയഭാനു അഭിനയിച്ച് തകർക്കാണ് കേട്ടോ ദേവിയുടെ മുന്നിൽ. ഇനി ഇവിടെ നിന്നാൽ ഇവൾ എന്നെ കയ്യോടെ പിടിക്കും, പണി പാളുകയും ചെയ്യും. എസ്കേപ്പ് ആകുന്നതാ നല്ലത്. എന്തായാലും പതിയെ പോയേക്കാം. പതിയെ എഴുന്നേക്കും കേട്ടോ. അല്ല, അച്ഛൻ പോവാണോ? ഞാനൊന്നും അതിന് പറഞ്ഞില്ലല്ലോ. അച്ഛൻ നിൽക്കുക. വേണ്ട മോളെ, അച്ഛൻ പോവാ. നീ എന്നെ ഒരു കള്ളനായി കണ്ടില്ലേ, ഞാൻ പോവാ എന്ന് പറഞ്ഞ് ഉദയഭാനു അവിടെ നിന്ന് അങ്ങോട്ട് തപ്പി പോവാണ് കേട്ടോ. അപ്പോൾ ദേവിക്ക് വല്ലാത്ത കുറ്റബോധം തോന്നും. ഞാൻ എൻ്റെ അച്ഛനെ സംശയിച്ചത് തീരെ ശരിയായില്ല. അച്ഛൻ എന്നോട് ദ്രോഹം ചെയ്യുന്ന രീതിയിലൊന്നും പ്രവർത്തിക്കില്ല. അങ്ങനെയുള്ള ചിന്തയൊക്കെ ദേവിയുടെ മനസ്സിലേക്ക് കടന്നു വരിക. പക്ഷെ എന്തോ ഒരു കള്ളത്തരം അച്ഛനുണ്ടായിരുന്നല്ലോ, എന്തോ ഉണ്ട് എന്ന് വീണ്ടും ദേവിയുടെ മനസ്സ് പറയാണ് കേട്ടോ. അപ്പം എന്ത് വിശ്വസിക്കണം, ഏതായിരിക്കും കള്ളം എന്നറിയാതെ ദേവി ഇങ്ങനെ ആകെ കുഴഞ്ഞു നിൽക്കുകയാണേ. ഇതേ സമയം ബാലനാണെങ്കിൽ ഒരാളെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് ആ വഴി നമ്മുടെ ധർമ്മൻ കടന്നു വരികയാണ്. അപ്പം ധർമ്മനെ കാണാനായിട്ട് തന്നെയാണ് ബാലൻ നിന്നത് എന്നാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ധർമ്മനും ബാലനെ കാണുന്നുണ്ട്. പക്ഷെ കാണാത്തതുപോലെ കടന്നു പോവാം. പെട്ടെന്ന് പിന്നിൽ നിന്ന് ബാലൻ വിളിക്കുക. ധർമ്മ, എടാ ധർമ്മ, ഈ ബാലൻ നിനക്ക് ഇത്ര വേഗം
അന്യനായി പോയോടാ എന്ന് ധർമ്മനോട് ചോദിക്കാൻ കേട്ടോ. പെട്ടെന്ന് ധർമ്മൻ നിൽക്കും അവിടെ, പക്ഷെ തിരിഞ്ഞ് ബാലനെ നോക്കുന്നൊന്നുമില്ല. അപ്പം അടുത്തേക്ക് ചെല്ലുകയാണ് ബാലൻ. എടാ, എത്ര നാള് നീ എന്നെ ഇങ്ങനെ ഒഴിവാക്കി നടക്കൂടാ എന്ന് ചോദിക്കുക. തെറ്റാണ് എടാ, നിന്നോട് ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത തെറ്റാ ഞാൻ ചെയ്തത്, അത് ഞാൻ സമ്മതിച്ചു തരുന്നു. എടാ, അപ്പഴത്തെ ദേഷ്യത്തിൽ അത് പറ്റിപ്പോയതാടാ. ദേ, എന്നോട് നിനക്ക് ക്ഷമിച്ചുകൂടാടാ ധർമ്മ എന്ന് ബാലൻ വീണ്ടും ചോദിക്കാം. ഞാൻ നിന്റെ കാല് പിടിച്ച് മാപ്പ് പറയണോ? അത് വേണോ? അതും ഞാൻ ചെയ്യാം. ആരും എൻ്റെ കാലൊന്നും പിടിക്കണ്ട എന്ന് ധർമ്മനപ്പം പറയാം. ധർമ്മ മോനെ, നീ തിരിച്ചു വാടാ, നീ ഇല്ലാതെ ദേവമംഗലത്ത് ഒരു സന്തോഷവും ഇല്ല എന്ന് ബാലൻ പറയാണേ. ഓരോ ദിവസവും നീ ഇല്ലാത്ത കുറവ് ഞങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുക ധർമ്മ. കടയിൽ ഒരാളുടെ കുറവ് എനിക്ക് നികത്താം, വേറൊരാളെ എനിക്ക് ജോലിക്ക് നിർത്തിയാൽ മതി. പക്ഷേ നിന്റെ കുറവ് ഞാൻ എങ്ങനെ നികത്തുവിടാ? എൻ്റെ നെഞ്ചിൽ നിന്ന് ഇറങ്ങിപ്പോയ ഒരാളുടെ കുറവ് ഞാൻ എങ്ങനെയാടാ നികത്തേണ്ടത് എന്ന് ധർമ്മനോട് ബാലൻ ചോദിക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് ധർമ്മൻ ബാലന് നേരെ തിരിഞ്ഞു നിൽക്കുക. എന്നിട്ട് പറയും, ശരി, ഞാൻ ദേവമംഗലത്തേക്ക് തിരിച്ചു വരണം, അതാണല്ലോ അളിയൻ്റെ ആവശ്യം എന്ന് പറയാം. ആ അതെ എന്ന് ബാലൻ പറയാം. തിരിച്ചു വരാം. അപ്പം ബാലന് സന്തോഷം വരിക. പക്ഷേ അതിനു മുൻപേ എനിക്ക് 1-2 കാര്യങ്ങൾ അറിയണം. നിനക്ക് എന്താ അറിയണ്ടേ എന്ന് ചോദിക്കുക. ആ 25,000 രൂപ മോഷ്ടിച്ചത് ഞാനല്ല എന്ന് അളിയന് ബോധ്യപ്പെട്ടോ? എനിക്ക് ബോധ്യപ്പെട്ടു എന്ന് ചോദിക്കുക. അപ്പം ആ പണം എടുത്തത് ഞാനല്ല എന്ന് അളിയന് ബോധ്യമായി എന്ന് അപ്പം വീണ്ടും ചോദിക്കുക. എങ്ങനെയാ ബോധ്യമായത് എന്ന് ചോദിക്കുക. അപ്പം ബാലനാണെങ്കിൽ ഒന്നും പറയാതെ നിൽക്കുക. എന്താ അളിയാ, മറുപടി ഇല്ലേ? ഞാൻ ആ പണം മോഷ്ടിച്ചതല്ല എന്ന് അളിയൻ എങ്ങനെ ബോധ്യമായെന്ന് ഞാൻ ചോദിച്ചത്. അപ്പം ബാലൻ ഒന്നും മിണ്ടാതെ വീണ്ടും നിൽക്കുക. അപ്പം ധർമ്മനാണ് ബാലൻ്റെ അടുത്തേക്ക് ചെല്ലുക. ചോദിച്ചത് കേട്ടില്ലേ, എന്താ അളിയനൊന്നും മിണ്ടാത്തത്? പണം എടുത്തത് ഞാനല്ല എന്ന് അളിയൻ എങ്ങനെ ബോധ്യപ്പെട്ടത് എന്ന് വീണ്ടും ചോദിക്കുകയാണ് കേട്ടോ. അപ്പം മറുപടി ഇല്ലാതെ നിൽക്കുക. തെളിവ് എന്തെങ്കിലും കിട്ടിയോ എന്ന് ചോദിക്കാം. ഏയ് ഇല്ല, തെളിവൊന്നും കിട്ടിയില്ല എന്ന് ബാലൻ പറയാം. പിന്നെ എനിക്കറിയാം നീ അത് ചെയ്യത്തില്ല എന്ന്. അപ്പോഴത്തേക്കും ധർമ്മം ചിരിച്ചോണ്ട് അവിടെ നിൽക്കുക. പിന്നെ ഇപ്പം അറിയാലേ? അപ്പോഴത്തേക്കും ബാലൻ തല കുനിച്ച് നിൽക്കുക. അന്നെന്താ ഈ അറിവളിയനില്ലായിരുന്നോ എന്ന് വീണ്ടും ചോദിക്കാം. 5-ാമത്തെ വയസ്സിലാ എൻ്റെ ചേച്ചിയുടെ കൈയും പിടിച്ച് ഞാൻ നിങ്ങളുടെ കൂടെ ഇറങ്ങി വരുന്നത്. അന്നു മുതൽ എന്നെ കാണുന്ന ആളല്ലേ എന്ന് ധർമ്മൻ ചോദിക്കുക. അത് ശരിയായതുകൊണ്ട് തന്നെ ബാലൻ തല കുനിച്ച് തന്നെ നിൽക്കുക. ഞാൻ നിങ്ങളെ എൻ്റെ അളിയൻ്റെ സ്ഥാനത്തൊന്നും അല്ല കണ്ടിട്ടുള്ളത്, എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്താ. 5 വയസ്സു മുതൽ നിങ്ങളെ ഞാൻ അളിയാന്ന് വിളിക്കുമ്പോഴും അച്ഛാന്ന് തന്നെയാണ് മനസ്സുകൊണ്ട് വിളിച്ചിരുന്നത്. ഇത്രയും നാള് നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളുടെ കൂടെ ജീവിച്ച എന്നെ കള്ളനാക്കാൻ നിങ്ങൾക്ക് ഒരു നിമിഷം മതിയായിരുന്നു എന്ന് ധർമ്മം പറയാണ്. പക്ഷേ എൻ്റെ മനസ്സെന്താണെന്ന് നിങ്ങൾ കരുതിയോ? അതിൻ്റെ പേരിൽ ഞാൻ അനുഭവിച്ച വേദന, ആ വേദന മാറാൻ ഒരു ജന്മം മതിയാകുമോ നിങ്ങൾക്ക്? ഞാൻ തന്ന സ്നേഹം മുഴുവനും ഒന്നുമല്ലാതാക്കി കളഞ്ഞില്ലേ ഒരു നിമിഷം കൊണ്ട് നിങ്ങൾ എന്ന് ചോദിക്കുക. അത് കേൾക്കുന്ന ബാലൻ ധർമ്മൻ്റെ അടുത്തേക്ക് ചെല്ലുക. എനിക്കൊരു തെറ്റു പറ്റി, തെറ്റാർക്കും പറ്റും അളിയ എന്ന് പറയാം. പക്ഷേ ആരിനൊരു കാര്യം മനസ്സിലാക്കണം, വിശ്വാസം എന്ന് പറയുന്നതേ ഒരു തവണ നഷ്ടപ്പെട്ടാൽ പിന്നീട് അതൊരിക്കലും പഴയതുപോലെ തിരിച്ചു വരില്ലളിയ എന്ന് പറയാം. ഞാൻ ആ വീട്ടിലേക്ക് തിരിച്ചു വന്നാൽ പോലും ഇനി നിങ്ങൾക്ക് എന്നെ കള്ളൻ എന്ന രീതിയിലേ കാണാനായിട്ട് സാധിക്കുള്ളൂ. എനിക്ക് പഴയതുപോലെ കളിച്ച് ചിരിച്ച് നിങ്ങളോട് പെരുമാറാനും പറ്റില്ല. ഇനി ആ വീട്ടിലോ കടയിലോ എന്തെങ്കിലും ഒരു മോഷണം നടന്നാൽ അവിടെയുള്ള നിങ്ങളടക്കമുള്ളവർ സംശയത്തോടെ ആദ്യം നോക്കുന്നതേ എന്നെ ആയിരിക്കും. അങ്ങനെ ഉണ്ടാകുള്ളൂ. എന്താ അല്ലാന്ന് പറയാൻ അളിയന് പറ്റുമോ എന്ന് ധർമ്മൻ ചോദിക്കുക. എന്നെപ്പോലെ ഒരു പാവപ്പെട്ടവനെ തകർക്കാൻ ആ ഒരു നോട്ടം മതി, തകർന്നു പോവുകയും ചെയ്യും എന്ന് ധർമ്മം പെട്ടെന്ന് പറയാം. ഇല്ലടാ എടാ മോനെ, എല്ലാവർക്കും അറിയാം നീ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന്. അപ്പം എൻ്റെ മനസ്സിൽ തോന്നിയത് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയി. നീ ദേവമംഗലത്തേക്ക് തിരിച്ചു വരണം. ദേവമംഗലത്ത് നീയില്ലാതെ സന്തോഷമോ സമാധാനമോ ഒന്നും ഉണ്ടാകില്ല മോനെ എന്ന് പറയാം. ദേവമംഗലത്തെ സന്തോഷമോ സമാധാനമോ ഒന്നും ഇപ്പം എൻ്റെ വിഷയമല്ല എന്ന് ധർമ്മം ബാലനോട് പറയാണ്. ഞാനിപ്പം അതിനെപ്പറ്റിയൊന്നും ചിന്തിക്കുന്നുമില്ല. എൻ്റെ വീട് കൃഷ്ണമംഗലമാണ്. അവിടെ എൻ്റെ ഏട്ടന്മാരുടെ കൂടെ സന്തോഷത്തോടു കൂടി തന്നെ ഞാൻ ജീവിക്കുന്നത്. ഇത് ഞാൻ ഒരുപാട് നാൾ മുന്നേ ചെയ്യണമായിരുന്നു. എനിക്കാ തെറ്റുപറ്റിയത്. എന്നെപ്പോലുള്ള മണ്ടന്മാർക്ക് ബുദ്ധി വരുന്നതേ വൈകിയായിരിക്കുമല്ലോ, അതിൻ്റെ കുഴപ്പമാണ്. എൻ്റെ വീട് ദേവമംഗലം വന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. ധർമ്മന് ഇപ്പം വെളിവും ബുദ്ധിയും വന്നു. അങ്ങനെ വിചാരിച്ചാൽ മതി. ഞാനിപ്പം എൻ്റെ യഥാർത്ഥ വീട്ടിലാണ് താമസിക്കുന്നത്. അത് തന്നെയാണ് ശരി. ദേവമംഗലം എൻ്റെ ചേച്ചിയുടെ വീട് മാത്രമാണ് എന്നും പറഞ്ഞിട്ട് ധർമ്മൻ അവിടെ നിന്ന് അങ്ങോട്ട് പോവാ. അപ്പോൾ ബാലൻ പിന്നിൽ നിന്ന് വിളിക്കുന്നുണ്ടെങ്കിലും ധർമ്മൻ വിളി പോലും കേൾക്കാതെ പോവാണ് കേട്ടോ. മോനെ എന്ന് പറഞ്ഞ് വീണ്ടും വിളിക്കും. അപ്പം ധർമ്മൻ തിരിഞ്ഞു നിൽക്കും. പക്ഷെ ഒരു കാര്യം എൻ്റെ വിഷയമാണ് എന്ന് പറയാം. ആ പണം എടുത്തത് ആരാണെന്ന് കണ്ടെത്തണം. എന്നെ സംശയിച്ചവർക്ക് വേണ്ടിയിട്ടല്ല.
എൻ്റെ മനസാക്ഷിക്ക് വേണ്ടിയിട്ടാ, എൻ്റെ മനസ്സിൻ്റെ സമാധാനത്തിന് വേണ്ടി. അല്ലെങ്കിൽ ആ പണം ആരാ മോഷ്ടിച്ചതെന്ന് ആരാന്നാദ്യം അറിയട്ടെ, അതിനുശേഷം ദേവമംഗലത്തേക്ക് തിരിച്ചു വരുന്ന കാര്യം ഞാനും ആലോചിക്കാം എന്ന് പറഞ്ഞിട്ട് ബാലനോട് അത്രയും പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് തിരിഞ്ഞ് നടക്കുകയാണ് കേട്ടോ ധർമ്മൻ. അപ്പോൾ ബാലൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുക. ആകാശ് ആരെടുത്തുനിന്ന് ബാലൻ ഒരു എത്തും പിടിയില്ല. പിന്നെ അതെങ്ങനെ കണ്ടുപിടിക്കാനാന്ന് എന്നുള്ള രീതിയിൽ ബാലന് അവിടെ നിൽക്കുകയാണ് കേട്ടോ. ധർമ്മൻ താൻ വിളിച്ച മടങ്ങി വരും എന്ന് തന്നെയാണ് ബാലൻ കരുതിയിരുന്നത്. പക്ഷേ നമ്മുടെ ധർമ്മൻ്റെ മനസ്സിലുണ്ടായ മുറിവ് അത്ര വേഗമൊന്നും ഉണങ്ങുന്ന ഒന്നല്ല എന്ന് നമുക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. ഇതേ സമയം ദേവമംഗലത്ത് പോസ്റ്റ്മാൻ ആണെങ്കിൽ ഒരു ലെറ്റർ കൊണ്ട് ഗോമതിയുടെ കയ്യിൽ കൊടുക്കുക. എന്താ അപ്പം ചെയ്ത് എന്ന് അപ്പം എല്ലാവരുടെ അടുത്ത് വന്ന് ചോദിക്കുക. ഒരു രജിസ്റ്റർ വന്നതാ, നോക്കട്ടെ എന്നും പറഞ്ഞ് മീനു ഗോമതിയുടെ കയ്യിൽ നിന്ന് അത് മേടിക്കുകയാണ് കേട്ടോ. അപ്പം മീനു അത് നോക്കുക. എന്നിട്ട് പറയും, ഇത് കോടതിയിൽ നിന്നാണല്ലോ. കോടതിയിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ അനു പേടിച്ച് വരച്ച് നിൽക്കുക. കോടതിയിൽ നിന്നോ? അതെ അമ്മേ എന്ന് പറയാ. എൻ്റെ ഗുരുവായൂരപ്പ, മീനു നീ അതൊന്ന് പൊട്ടിച്ചു നോക്കിക്കേ എന്ന് ഗോമതി അപ്പ മീനാക്ഷിയോട് പറയാ. മീനാക്ഷി പെട്ടെന്ന് തന്നെ അത് പൊട്ടിച്ചു നോക്കുകയാണ് കേട്ടോ. അനുവാണ് ഭയന്ന് വിറച്ച നിൽക്കുന്നത്. പൊട്ടിച്ച് അത് വായിക്കുക. അമ്മേ ഇതൊന്ന് പിടിച്ചേ എന്ന് പറഞ്ഞ് അതിൻ്റെ കവറ് ഗോമതിയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് ലെറ്റർ ശരിക്കും വായിച്ചു നോക്കുക. അപ്പോൾ എന്താ അതിൽ എഴുതിയിരിക്കുന്നതെന്ന് അറിയാൻ ആകാംക്ഷയോടെ നിൽക്കുകയാണ് അനുശ്രീയും നമ്മുടെ മിത്രയും. എന്താ മീനു അതിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുക. അമ്മേ, കേസിൻ്റെ വിചാരണയ്ക്കായിട്ട് അനുശ്രീ കോടതിയിൽ ഹാജരാകണം. അയ്യോ, കോടതിയിലൊക്കെ പോണോ എന്ന് ചോദിക്കുക. അപ്പം മിത്ര പറയും, അപ്പച്ചി അനുവിനെ കൂടെ പേടിപ്പിക്കല്ലേ, ഇതിങ്ങനെയൊക്കെ ആകുമെന്ന് അറിയാവുന്ന കാര്യമല്ലേ. പോലീസ് കോടതി എന്നൊക്കെ കേട്ടാൽ തന്നെ എൻ്റെ കൈയും കാലും വിറയ്ക്കും. എൻ്റെ അമ്മേ, നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ ഭയപ്പെടുന്നത്? അതൊക്കെ ശരിയാ മോളെ. എന്നാലും കോടതിയിൽ നിന്നൊക്കെ കേൾക്കുമ്പം അപ്പച്ചി ഇതൊരു സാധാരണ പ്രൊസീജിയറാ. നമ്മളൊരു കേസ് കൊടുത്താൽ കോടതി രണ്ടു ഭാഗത്തിൻ്റെ വാദം കേൾക്കണം. അതിനു വേണ്ടിയാണ് വിളിപ്പിച്ചിരിക്കുന്നത്, അല്ലാതെ വേറൊന്നും അല്ല എന്ന് പറയാം. അല്ല, വക്കീലന്മാർ മോളെ ചോദ്യം ചെയ്യില്ലേ എന്ന് ചോദിക്കുക. അതിനെന്താ, ചോദ്യമൊക്കെ ചെയ്യും. നമ്മുടെ ഭാഗം പറയാൻ നമ്മുടെ വക്കീലുണ്ടല്ലോ. അമ്മ അതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട എന്ന് മീനു ഗോമതിയോട് പറയാം. അപ്പം അനുവിന് നല്ല ടെൻഷനുണ്ട്. അനു, നിനക്ക് പേടിയുണ്ടോ എന്ന് ചോദിക്കുക. ചെറിയ പേടിയുണ്ട്, എനിക്കിതൊന്നും കണ്ട് പരിചയമില്ലല്ലോ. ഞാൻ ആദ്യമായിട്ടല്ലേ കോടതിയിൽ, ഞാൻ ഇതിനു മുന്നേ കയറിയിട്ടില്ലല്ലോ. സിനിമയിലൊക്കെ കണ്ടുള്ള പരിചയമുള്ളൂ എനിക്ക് കോടതി മുറി എന്ന് പറയാം. അപ്പം അനുവിൻ്റെ ആ വക്കൽ കൂടെ കേൾക്കുമ്പം ഗോമതിക്ക് വീണ്ടും ടെൻഷൻ ആവുക. ഒന്നും വേണ്ടിയിരുന്നില്ല എന്നുള്ള രീതിയിൽ ഗോമതിയും അനുവും പരസ്പരം നോക്കുക. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇതൊക്കെയാണ് വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും